ഇന്നെന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നുമില്ല, ചെറുതായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങി, സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയതല്ല, വേറെ ലതിയും വാങ്ങിയതാണ്. അപ്പം ഞാൻ ബാങ്ക് കൊടുത്തു, പൈസ ഒന്നും തന്നില്ലെങ്കിലും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. മുമ്പേ ഇല്ല ഒരാഗ്രഹം ഇത് നോക്കണം, ഇത് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ എന്തായാലും അത് വാങ്ങി ഇനിയിപ്പോൾ പോയിട്ട് പൊളിച്ചു നോക്കണം. ഓക്കെ, എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് നോക്കാം. നോക്ക് എന്താണ് ഇത് കാണാൻ പറ്റും. ഞാൻ ഇപ്പം എൻ്റെ റൂമിൽ നിന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഓക്കെ, പ്രൊഡക്റ്റും ഉണ്ട്, അതിൻ്റെ കൂടെ എൻ്റെ ഉച്ചക്കത്തെ ഫുഡും ഉണ്ട്. അവിടെ പോയിട്ട് തിന്നാന്ന് വിചാരിച്ചു. ഓക്കെ, പോയിട്ട് നടന്നിട്ട് അടുത്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ 15 മിനിറ്റിൻ്റെ നടത്തതിന് ശേഷം ഒടുവിൽ പ്ലേസിലേക്ക്, എൻ്റെ പഴയ റൂമിലേക്ക് എത്താൻ പോകുന്നു. ഓക്കെ, എത്താം കാശിമിയ. അതായത് ഗൈസ് എൻ്റെ തൻ്റെ ബിൽഡിങ്, ഈ കാണുന്ന ബിൽഡിങ്, ഈ കാണുന്ന സെക്കൻഡ് ഫ്ലോറിലുള്ളതാണ് എൻ്റെ പണ്ടത്തെ റൂം. ആരും കൊണ്ടാ ഞാൻ തോന്നുന്നു. ഇപ്പം എന്താക്കട്ടെ, നേരെ റൂമിലേക്ക് പോട്ട് ഫുഡ് കഴിക്കണം. ആദ്യം ഇത് തിന്നണം, പിന്നെ പാക്കേജ് പൊളിക്കണം. എന്തെല്ലാം പരിപാടി ഉണ്ട്. എത്ര പൊളിച്ചിട്ട് ആദ്യം റിവ്യൂ നോക്കണം. ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് 25 years of my ജീവിതം, ഫസ്റ്റ് ടൈം. അപ്പം എന്താക്കുന്നത് ഓപ്പൺ ആക്കാൻ നീ എന്നാ നാളെ നീ എന്താണ് മറ്റേ ഇതെല്ലാം ആക്കുന്നത്? വേണ്ട, നീ പോയ സെന്റർ നല്ല ഫ്രെയിം ഉണ്ട്. നീ ഇപ്പറേക്ക് ഇവിടെ മാത്ത് കൊണ്ട് ചൊറയുണ്ട്. അത് നിന്നെ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇരുന്നടാ. നല്ല കസ്റ്റമറിനെ കിട്ടേ. ഈ കുറച്ച് ഇങ്ങോട്ടിരുന്നേ, കുറച്ച് കൊണ്ടില്ലേ, എന്താന്നറിയാ നിക്കാദ്യം ഇത്രയും ഇതാക്കാന്നില്ല. സിനിമ ഇവനൊക്കെ ഇവിടെ ഫുള്ള് കട്ടാക്കണ്ടവരല്ല. അൺബോക്സിംഗ് ഇത് കുത്തി പൊളിക്കലാണ്. നമുക്ക് പെട്ടെന്ന് സാധനം കിട്ടും, അത്രേ ഉള്ളൂ. അതെ, പിന്നെ ഇനി ഇത് ഫോൺ അൺബോക്സിംഗ് ആണ്. ഫോൺ 2A. സാറ് പൊളിക്കുന്ന നേരം ഇപ്പം കീറണ്ടൊന്നും അറിയില്ല. അന്നേരം കീറേണ്ടി വരും ഇങ്ങനെ പേര്. ഷെഫിനെ നീ നിൽക്കുന്നടെ എവിടെ പോയി ഇരിക്കേ. കട്ടില് ഇങ്ങോട്ട് ഇടാൻ കഴിയില്ല, ഹൈറ്റ് ഇട്ടാൻ കഴിയില്ല. മോള് കയറി നടാ, മോളെ കട്ടില്ല മോളിലാവാൻ ബാക്ക് ഫ്രെയിം ഇട്ടു. അവന്റെ ബാക്ക് ഇട്ടിട്ട് കാണാൻ അടിപൊളിയായിട്ട് പൊളിക്കാന്ന് വിചാരിച്ചതാ. പ്രശ്നം നേരത്തെ കണ്ടില്ലേ വെച്ച് പൊളിച്ചത്, അപ്പൊ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മൊത്തത്തിൽ വെച്ച് കയറില്ല. ആമസോണിന്റെ ഫോൺ ഇന്നോട്ട് എത്രയാ സ്റ്റിക്കർ
അതായത് ചോപ്പ് സ്റ്റിക്കറാണോ അങ്ങോട്ട് ഇങ്ങോട്ട് വെറുതെ അൺബോക്സിങ് ഇടുന്നല്ലേ എന്നല്ലാതെ ചോറാണ് മനസ്സിലായി. ആ പോന്ന് സാധനം പുറത്ത് വന്നു ഗൈസ്. അല്ല സാധനം പുറത്തെടുക്കുന്നു. ബുക്ക് ടൈപ്പ്. യെസ് ഇങ്ങനല്ലേ പൊളി സാധനം. പൈസ മൈൻഡായിട്ട് ഇങ്ങനെയാണ് ഇത് കൂട്ടിക്കണ്ടേ കയറൂലേ? ആ ഓണാക്കണം. സ്വിച്ച് ഓഫ് നത്തിങ് ഫോൺ ലൈറ്റെല്ലാം കത്തുന്ന കാണാൻ. ലൈറ്റ് കത്തും അതും കൂടി ഇതിൽ ഇവിടെ ലൈറ്റ് കത്തും. ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് കത്തുന്നതാണ്. വെയിറ്റ്ലെസ് അല്ല ഫോൺ, ഒട്ടും വെയിറ്റ് ഇല്ല. ഇംഗ്ലീഷ് യുണൈറ്റഡ് കിങ്ഡം ഇതെല്ലാം UK സാധനം. ഇനി തന്നാക്കണ്ട്. ആ ഇവിടെ സെലക്ട് ചെയ്ത് ഇനി ഇവിടെ നിൽക്കണമായിരിക്കും. നിക്കി സ്കിപ്പ് നെക്സ്റ്റ് അക്സെപ്റ്റ് സെറ്റ്. പിന്നെന്ന് ചോദിക്കുന്നു. പിന്നാക്കിട്ട് സ്കിപ്പ്. ഒന്ന് പുറത്ത് പാടുമോ? എന്തെന്നാ സ്വൈപ്പ് ഓഹോ വോയിസ് 2.6 എൻ്റെ മക്കളെ ഇതൊന്ന് വരുമോ? നെക്സ്റ്റ് ഇല്ല ഉമ്മ. ഇൻട്രാക്ട് വിത്ത് യുവർ ഫോൺ. ഇതൊന്നും അറിയാത്തോണ്ടാണ്, അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നത് ഇത്. ഡീഫോൾട്ട് ആൻഡ്രോയിഡ് നത്തിങ് മതി നമുക്ക്. ബാക്കിലെ ലൈറ്റ് കാണിച്ചോളൂ. കുടുങ്ങിയല്ല പഠിച്ചോ. ഇങ്ങനെ ബാക്കിൽ ലൈറ്റ് എങ്ങനെ കത്തിക്കലെങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് കത്തുവോ? ഇല്ലടാ ഓഫാക്കിയാണ് വാട്ട കത്തുവോ? ആദ്യം വൈഫൈ ഉണ്ടാക്കണ്ടേ? ഇതില് ശരി ഉണ്ടാവും. ചെറിയില്ല ചെറിയ ഞാൻ പറയാൻ വിചാരിച്ചു. ഇത് നമ്മള് പറയുന്നൊക്കെ ബ്ലോഗ് കയറുമല്ലേ? കട്ട് ചെയ്തിട്ടിട്ട് ലൈവ് സ്ട്രീമിങ് ഇതില്ലാട്ടോ തീരെ ക്ലിയർ ഇല്ല തിളകുന്നത്. ഇതൊക്കെ അപ്ഡേറ്റ് ആക്കാൻ പോലും. ബാക്കി നമുക്ക് അപ്ഡേറ്റ് ആക്കി കാണാം. ബും മണിക്കൂർ സ്റ്റോപ്പ് വെച്ചാണോ? മറ്റേ ടൈമർ ഇങ്ങനെ ഡിലേ ബാക്കോട്ടേ കൂടെ ഇരുന്ന് അടിച്ചത് വരുന്നുണ്ടെങ്കിൽ അതാണ് ഇത് 16 മണിക്കൂറിലായി വേണ്ട. അല്ല വരുന്നുണ്ടോ നോക്കറാ. വരുന്നുണ്ടെങ്കിൽ ഇച്ചിരി കാര്യമില്ല. സിമ്മിട്ട് കോളാക്കി സിമ്മിട്ട് കോളാക്കി ഒടുവിൽ ഇതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് കണ്ടുപിടിച്ച് ഇങ്ങനെ തൊട്ടാൽ ലൈറ്റ് എത്തും. ആ സെറ്റപ്പ് ആകെ ലൈറ്റ് എത്തുന്ന നോക്കാനാണ് ഫോൺ വാങ്ങി. പലതരം ലൈറ്റുകളാ, പലതരം ലൈറ്റുകൾ. അനിയൻ കസ്റ്റം ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ബാക്കിൽ. ഉള്ളെത്തിക്കാൻ പറ്റില്ലടാ. ഫുള്ള് കത്തുന്നുണ്ട്. 10 തരത്തിലുണ്ട്. ഊയ കോഡ് എന്തെല്ലോ മാറ്റുണ്ട്. ഇതാ
കഷ്ടം കൊടുത്തോ ഒന്നാമത്തെ ഇതാ എന്നാ അങ്ങനെ കസ്റ്റം ചെയ്യുന്നുണ്ട്. ട്രയൽസ് തന്നെ പോയിട്ട് എടുക്കാൻ പറയുന്നു. അവിടെ കാണുന്നത് ഫൈനലി എന്തെങ്കിലും വീട്ടിലും വെച്ച് റിവ്യൂ കാണിച്ചു കൊടുക്ക്. എന്ത് വീഡിയോ? യൂട്യൂബിൽ 4K സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഫോണിന് ക്യാമറയിൽ 4K സപ്പോർട്ട് ഇല്ല. 300 വീഡിയോ ഓഫറിന് ഇപ്പൊ 800 രൂപ ഉണ്ട്. വീഡിയോ ക്ലാരിറ്റി 60 FPS 1080p 4K 60 4K 60 ഇല്ലോ. 4K 60 ഉണ്ടാ നിങ്ങളെ 60 അതിന് 4K 60 ഉണ്ട്. ഇത് 1080p 60. നീ എന്നാ ചോദിക്കുന്നത് പക്ഷെ ഇംഗ്ലീഷ്? എന്നാൽ എന്നൊക്കെ സീറോ ഇല്ലടാ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മ അങ്ങനെ ആകുമ്പോ ഇൻട്രസ്റ്റ് ഇല്ല. ദുബൈയില് ക്യാഷ് ടാബിന് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. സീറോ. പക്ഷെ അമ്മ പുറത്തിറങ്ങുമ്പോ ഷോപ്പുകാർ വാങ്ങുന്നത് അത് 7% വാങ്ങും. ഇല്ലാതെ ഞാനെല്ലാം ടാബിയിലെ കട്ട് ചെയ്തു. ടാബിയിലെ നാട്ടിലെല്ലാം വരണം. എന്താണ് ഇപ്പൊ ഇതിന്റെ ഈ അവസ്ഥ തന്നെ അറിയാം. യൂട്യൂബ് വെച്ചേക്കിങ്ങ ഒരു അപ്ഡേറ്റ് ആക്കിയാ പ്ലേ സ്റ്റോർ ഗൂഗിൾ സൈൻ ചെയ്ത നീ അപ്ഡേറ്റ് ആയാ ശരിയാണല്ല. സെർച്ച് ചെയ്തിട്ട് ഇനി വന്നിട്ടില്ലെങ്കിൽ അത് മോശമല്ലേ? ഇങ്ങനെയല്ലല്ലോ ശരിക്കണ്ട പേര്. സെർച്ച് ചെയ്ത ആടെ വരുന്ന തന്നെ എടുക്കാം. ആടെ ബാക്കി കട്ടാക്കിട്ട് ചെറിയൊരു ആൻഡ്രോയിഡ് വേണം. വേണ്ട എടുക്കണ്ട സോറി. അല്ല ഇത് ബാറ്ററി ഇതൊന്നുമില്ല. സെർച്ച് ചെയ്താൻ്റെ പേര് വരുന്നുണ്ടോ കൂടി? യാ മോനെ വന്നടാ. സെർച്ച് ചെയ്യുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അക്കൗണ്ട് ഇല്ല. വീഡിയോസ് ഏതെങ്കിലും ഒക്കെ തന്നെ വെച്ചേക്കാം നമുക്ക്. കോപ്പിറൈറ്റ് ഉണ്ടാവും അവിടെ. എൻ്റെ വീഡിയോ എനിക്ക് കോപ്പിറൈറ്റ് ഉണ്ട് ഇപ്പം. അത് ശരിയാണോ? പക്ഷെ എൻ്റെ വീഡിയോക്ക് എത്ര ക്വാളിറ്റി ഉണ്ടേ? ക്വാളിറ്റി അഡ്വാൻസ്ഡ് നല്ല HDR ആണ്. എൻ്റെ ഇത്രയേ ഉള്ളൂ. വേറെ ആരെയും വീഡിയോ നോക്കാം നമുക്ക്. 8K വീഡിയോ അൾട്രാ HD നോക്കാലോ. പരസ്യം സൗണ്ട് നോക്കട്ട്. അന്നേരം സൗണ്ടിൻ്റെ അകത്ത് മീനായിരിക്കും അടിച്ചടേ. എന്നാണ് 720p ഷെയ്ക്കാൻ തുടങ്ങിയ നാച്ചുറൽ ഫുള്ളി നാച്ചുറൽ. ഇത് അടിപൊളിയാട്ടാ. ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റുന്നത്. മോനി സൈഡിൽ നമുക്ക് ഗുഡ്. ഇത് വേറെ ഏതെങ്കിലും ഫോണുണ്ടോ ഇതേപോലെ? വേറെ ഏതെങ്കിലും ഫോണുണ്ടോ ഇങ്ങനെ ഫുൾ സ്ക്രീൻ ഇങ്ങനെയാന്ന്? നമ്മളിൽ ഇന്ത്യയിലല്ലാവോ ഇങ്ങനെ? എവിടെയെല്ലാം വരുമോ? അടിപൊളി അടിപൊളി. എന്നെത്തിയാ പോയാ പോയി. ബാറ്ററിൻ്റെ പേഴ്സൻറ്റേജ് എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ബാറ്ററി പേഴ്സൻറ്റേജ് സെറ്റിങ്സ് ഓരോന്ന് 56. ഇപ്പം ഞാൻ ഇത് തുറക്കുമ്പോൾ ഉണ്ടായത് 66. 67 ഉണ്ടായിരുന്നു. 67 നേരെ 66. ഇപ്പം തന്നെ 56 ബാറ്ററി തന്നെ കാണിക്കുന്നുണ്ട്. മറ്റേ പേഴ്സൻറ്റേജ് അല്ല, പേഴ്സൻറ്റേജ് ഐഫോൺ കണക്കാ. പേഴ്സൻറ്റേജ് അഡാപ്റ്റീവ് ബാറ്ററി എന്നാണ്. ബാറ്ററി സേവർ എടുത്തു വെക്കാൻ പറ്റുന്ന ബാറ്ററി ആണെന്ന് തോന്നുന്നു. ബാറ്ററി ഹെൽത്ത് കാണിക്കുന്ന ബാറ്ററി ഹെൽത്ത് കൊടുത്തു. എനിക്ക് സ്റ്റോറേജ് 128 വാങ്ങിയത്. ഓവറോൾ ദിസ് ഈസ് ഗുഡ് ഫോൺ.
ഉണ്ട്. ഗെയിം കളിച്ച് നോക്കണം. ഗെയിമെല്ലാം കളിച്ച് അങ്ങനെ ഉണ്ടാവും. അല്ല 120 ഹെർട്സ് ഉണ്ടെന്ന് തോന്നുന്നു അടച്ച്. 60 ഉള്ളൂ. അറിയില്ല, ഉപയോഗിച്ച് നോക്കിയാലേ അറിയും ഇപ്പോൾ. ഓക്കെ ബൈ ഗൈസ്, ഇത് ഇത്രയേ ഉള്ളൂ. ബാക്കി പോകുന്നതൊക്കെ കാണാം. കുറേ പരിപാടി ഉണ്ടെന്ന് ഫുള്ള്. അപ്പോൾ ആദ്യം ഇത് കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം നമുക്ക്. നേരെ വന്ന് ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു. ഉറങ്ങിയിട്ട് പെണിച്ചതാണ്. വന്നപ്പോൾ ക്ഷീണത്തിൽ പിന്നെ വീഡിയോ എടുക്കാൻ ഇതാക്കാനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം എന്താക്കാം, ഞാൻ ഇത് റൂമിൻ്റെ എല്ലാം വീഡിയോ ഒരിക്കലും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്. പക്ഷെ അത് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും ജസ്റ്റ് റൂമിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് എൻ്റെ റൂം ഒപ്പത്തെ. ഓക്കെ ബൈ ഗൈസ്.